+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള പോർഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മെയിൻലി 2 ടൈപ്പാണ്: എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളാണ് വൈല് ഫോർ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളാണ് ഡു വൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എടുത്താലും അതിന് 4 കമ്പോണൻസ് ആണ് നമുക്കുള്ളത്: ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അതുപോലെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. ഈ 4 കമ്പോണൻസും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കമ്പോണൻസ് ആണ്. ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, നമുക്ക് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടായിരിക്കും. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണോ ആ ലൂപ്പ് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ, ആ കണ്ടീഷന് നമ്മൾ കൊടുക്കുന്ന ആ എക്സ്പ്രഷനെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന എക്സ്പ്രഷനെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കമ്പോണൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഈ 4 കമ്പോണൻസ് ലൂപ്പ് കോഡ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഏതാണ് ഇനീഷ്യലൈസേഷൻ, ഏതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഏതാണ് അപ്ഡേറ്റ്, ഏതാണ് ലൂപ്പ് ബോഡി എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്: എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ആദ്യത്തെ കാറ്റഗറിയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. എൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം എന്താണ്, നമ്മൾ എൻട്രൻസിൽ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, അത് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ എവിടെയായിരിക്കും, സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിരിക്കും കണ്ടീഷൻ കൊടുക്കുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ലൂപ്പിനകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡു വൈൽ ലൂപ്പാണ്. അത് എന്താണ്, എക്സിറ്റ് ചെയ്യുമ്പോഴാണ്, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഡു വൈൽ പറഞ്ഞു. അപ്പോൾ ഈ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, എൻട്രി കൺട്രോൾ ലൂപ്പ് നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, എൻട്രി കൺട്രോളിന് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യുള്ളൂ ലൂപ്പിനകത്തോട്ട്. എക്സിറ്റ് കൺട്രോളിലെ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടീഷൻ ആ നേരത്ത് ഫോൾസ് ആവുകയാണെങ്കിൽ ഒരു പ്രാവശ്യം എക്സിക്യൂഷൻ അവിടെ എന്തായാലും നടന്നിരിക്കും. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത് അറ്റ്ലീസ്റ്റ് വൺസ് ട്രൂ ആയാലും ഇല്ലെങ്കിലും എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇനി ഓരോ ലൂപ്പുകളായിട്ട് നമുക്ക് നോക്കാം. വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ആണ് ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. വൈൽ ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കും. ദെൻ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വയലിനകത്തോട്ട് കയറി ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിയുമ്പോൾ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. എഗെയിൻ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോഴും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പിനകത്ത് കയറും. അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, വയലിന്റെ ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് താഴെ വരുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് വയൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ആദ്യം തന്നെയാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് എൻട്രി കൺട്രോൾ ലൂപ്പാണ് വയൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പ്രോഗ്രാം, നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പ്രോഗ്രാം നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ 25 എന്ന് പറയുന്ന ഒരു നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ 2 5 2 + 5 7 എന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്യണം. അപ്പോൾ നമ്പർ റീഡ് ചെയ്യാനായിട്ടൊരു വേരിയബിൾ വേണം. സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മ് കീപ്പ് ചെയ്യാനായിട്ട് വേരിയബിൾ വേണം. ദെൻ ഡിജിറ്റ്സിന് നമ്മൾ എടുക്കണം. 25 എന്ന് എൻ്റർ ചെയ്ത് നമുക്ക് 2 5 സെപ്പറേറ്റ് ചെയ്ത് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റ്സ് എടുക്കാനായിട്ട് ഡിജിറ്റ്സിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻറ്റ് മെയിൻ കഴിഞ്ഞിട്ട് ഇൻറ്റ് നം സം ഈക്വൽ ടു 0, ഇൻറ്റ് നം സം ഈക്വൽ ടു 0 ഡിഗ്, അങ്ങനെ 3 വേരിയബിൾ എടുത്തു. ഇനി എന്ത് ചെയ്യണം, നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് ഞാൻ നമ്മുടെ 25 എന്ന് പറയുന്ന നമ്പർ റീഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി വൈൽ നം ഗ്രേറ്റർ ദാൻ 0. നമുക്കിപ്പോൾ നം എന്ന് പറയുന്നത് ഞാൻ എത്ര എഴുതിയിരിക്കുന്നത്, 25 എഴുതിയിരിക്കുന്നത്. 25 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി. 25 ഗ്രേറ്റർ ദാൻ 0 ആണോ, 0 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, അതിനകത്തോട്ട് കയറി.
ഈ ഡിജി ഈക്വൽ ടു നം മോഡ് 10. മോഡുലസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ 25 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? 5 എന്നാണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പൊ ഡിജ് എന്നുള്ളതിൽ എന്ത് കിട്ടി? 5 എന്ന വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? സം ഈക്വൽ ടു സം പ്ലസ് ഡിജ്. സമ്മിന്റെ കൂടെ ഡിജ് നമുക്ക് കിട്ടിയ ഡിജ് എന്നുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാണ്. അതിൽ നമുക്ക് 5 കിട്ടിയത് അല്ലേ? അപ്പൊ സമ്മിന്റെ കൂടെ ഇപ്പൊ 0 ആണുള്ളത്, 0 പ്ലസ് 5 ചെയ്തു. ഇപ്പൊ നമുക്ക് റിസൾട്ട് 5 എന്ന് കിട്ടി. ഇനി നമ്മൾ നമ്മിനെ അപ്ഡേറ്റ് ചെയ്യണം. നം ഈക്വൽ ടു നം ബൈ 10. ഇപ്പൊ നം ബൈ 10 എന്ന് പറയുന്നതാണ് നമ്മുടെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നം ബൈ 10 ആണ് ഈ കേസിൽ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നമ്മിനെ നം ബൈ 10 ചെയ്തു. നം ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇതിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നം ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ കയ്യിലുള്ള 2 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി. അപ്പൊ 2 ഗ്രേറ്റർ ദാൻ 0 സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മൾ വീണ്ടും ലൂപ്പിനകത്തോട്ട് കയറി ഡിജി ഈക്വൽ ടു നം മോഡ് 10. ഇപ്രാവശ്യം നം മോഡ് 10 ചെയ്യുമ്പോൾ നമുക്ക് ഡിജിയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ വീണ്ടും സമ്മിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? കിട്ടിയ ഇപ്പോഴത്തെ ഡിജി വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ എത്രയാണ്? 5 പ്ലസ് 2 7 എന്നുള്ളത് കിട്ടി. ഇനി വീണ്ടും നം അപ്ഡേറ്റ് ചെയ്യാൻ പോകണം. നം ഈക്വൽ ടു നം ബൈ 10. നം ബൈ 10 എന്ന് പറയുമ്പോൾ 2/10. 2/10 തന്നെ പിന്നെ നമുക്ക് റിസൾട്ട് ഒന്നുമില്ല, 0 ആണ് പിന്നെ റിസൾട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ലൂപ്പിൽ കയറി വൈൽ നം ഗ്രേറ്റർ ദാൻ 0. 0 ഗ്രേറ്റർ ദാൻ 0 സാറ്റിസ്ഫൈഡ് ആണോ? കണ്ടീഷൻ അല്ല, സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വൈൽ ലൂപ്പിന് താഴെ എഴുതിയിട്ടുള്ള സി ഔട്ട് സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദ ഇൻപുട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് സമ്മ് പ്രിന്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് പറയുന്ന റിസൾട്ട് അവിടെ പ്രിന്റ് ആയി. നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് എടുക്കണം എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ആ നമ്പർ റീഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്. ദെൻ വൈൽ നമ്പർ എഴുതാൻ 0 എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ലൂപ്പ് കൂടിയാണ് ആ ബ്ലോക്കിനകത്ത് എഴുതിയിട്ടുള്ള ഡിജി ഈക്വൽ ടു നം മോഡ് 10. സം ഈക്വൽ സം പ്ലസ് ഡിജ് എന്നുള്ളത് എന്താണ്? ലൂപ്പ് ബോഡിയാണ്. ഈ നം ഈക്വൽ നം ബൈ 10 എന്ന് പറയുന്നത് എന്താണ്? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതുപോലെ ലൂപ്പ് കോഡ് തന്നിട്ട് ഈ കമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇത് ലൂപ്പ് എന്താണ്, ആ ഒരു ഫോർ കമ്പോണൻസ് എന്നുള്ളത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൂപ്പ് എന്ന് പറയും, ഈ ലൂപ്പ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് നെക്സ്റ്റഡ് ലൂപ്പ് വരുമ്പോഴും അടുത്ത അറേ എന്നുള്ള ചാപ്റ്റർ വരുമ്പോഴൊക്കെ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ കറക്റ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് നമുക്കറിയാം. ആ ഒരു ഫോർ എന്നുള്ള ഒറ്റൊരു സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഒക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഫോർ ബ്രാക്കറ്റിൽ ഇനീഷ്യലൈസേഷൻ സെമിക്കോളൺ ടെസ്റ്റ് സെമിക്കോളൺ അപ്ഡേറ്റ്. അപ്ഡേറ്റ് കഴിഞ്ഞ് സെമിക്കോളൺ കൊടുത്തിട്ടില്ല, സെമിക്കോളൺ ആവശ്യമില്ല ഇവിടെ. ഇനീഷ്യലൈസേഷൻ സെമിക്കോളൺ ടെസ്റ്റ് സെമിക്കോളൺ അപ്ഡേറ്റ്. ഇനീഷ്യലൈസേഷൻ നമുക്കറിയാം, ഇനീഷ്യൽ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് കണ്ടീഷനാണ് കൊടുക്കുന്നത്, അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് ഫോർ ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആദ്യം വർക്ക് ചെയ്യും. അതിനുശേഷം കണ്ടീഷൻ തന്നിട്ടുള്ളത് ചെക്ക് ചെയ്യും. അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അപ്ഡേഷൻ നടത്തും. അപ്ഡേഷൻ ചെയ്തിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യും. ട്രൂ അല്ലെങ്കിൽ നേരെ ഫോർ കഴിഞ്ഞിട്ട് ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഫോറിൻ്റെ വർക്കിംഗ് വരുന്നത്. നമുക്കൊരു പ്രോഗ്രാം വെച്ച് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് എന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പ്രോഗ്രാമാണ് ടു ഫൈൻഡ് സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പം n എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതാണ്. എത്ര എണ്ണം വേണമെന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. then അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ n എന്നുള്ള റീഡ് ചെയ്യാനൊരു വേരിയബിൾ വേണം. പിന്നെ സമ്മ് കണ്ടുപിടിച്ചത് സേവ് ചെയ്യാനായിട്ടൊരു വേരിയബിൾ വേണം. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾ എടുത്തിരിക്കുന്നത് ഇൻറ്റ് n, അതുപോലെ സം ഈക്വൽ ടു 0. അങ്ങനെ രണ്ട് വേരിയബിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ എൻ്റർ ദ ലിമിറ്റ്, എത്ര വരെയുള്ള നമ്പേഴ്സ് നമുക്ക് വേണം എന്നുള്ളത് അറിയാനായിട്ടാണ് റീഡ് ചെയ്യുന്നത്. നമ്പർ റീഡ് ചെയ്തിരിക്കുന്നത്, എന്നുള്ള നമ്പർ റീഡ് ചെയ്തു. ഈ ഫോർ ലൂപ്പ് എടുക്കുക. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 1. ഐയുടെ വാല്യൂ നമ്മൾ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തു. ദെൻ അപ്ഡേഷൻ i പ്ലസ് പ്ലസ് സം ഈക്വൽ ടു സം പ്ലസ് i. അതാണ് ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്, അപ്ഡേഷൻ എക്സ്പ്രഷൻ ഉണ്ട്, ലൂപ്പ് ബോഡി ഉണ്ട്. ക്ലിയർ ആയില്ലേ? നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ ഞാൻ 3 കൊടുത്തതെന്ന് വിചാരിക്കുക.
അപ്പോൾ 1 + 2 + 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്താ കിട്ടേണ്ടത്? 1 + 2 + 3 നമുക്ക് 6 എന്നാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നോക്കി നോക്കാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്നായിട്ട് ഞാൻ എന്ത് റീഡ് ചെയ്തു? 3 എന്നുള്ളത് റീഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ ആദ്യം 1 വരും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. അതായത് 1 <= 3 ആണോ നോക്കി. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ലൂപ്പിനകത്ത് കയറി സം = സം + i, സമ്മിൻ്റെ കൂടെ ഐയുടെ വാല്യൂ 1 ആഡ് ചെയ്തു. അപ്പോൾ സം ഇപ്പോൾ എത്രയായി? 1 ആയി മാറി. ഇനി എന്ത് ചെയ്യാണ്? ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാണ്. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? ++ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 2 ആയി മാറി. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. 2 <= n, 2 <= 3 ആണോ നോക്കി. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 2 ചെറുതാണ് അല്ലെ, 3നേക്കാളും ചെറുതാണ് 2. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? സം = സം + i, സമ്മ് ഒന്നും കൂടി 2 വെച്ച് ആഡ് ചെയ്തു. അപ്പോൾ 1 ആണ് ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്നത്. 1 + 2 3 എന്നുള്ള വാല്യൂ ആയി സമ്മിനകത്ത്. ഇനി ഐ അപ്ഡേറ്റ് ചെയ്തു. ഐ 3 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 3 <= 3, ഈക്വൽ ടു സിമ്പിൾ ഉള്ള കാരണം സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? സം = സം + i. അപ്പോൾ സമ്മിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു. അപ്പോൾ 3 + 3 6 എന്നുള്ള റിസൾട്ട് നമുക്ക് സമ്മിനകത്ത് കിട്ടി. പക്ഷെ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. വീണ്ടും നമ്മൾ ഐ അപ്ഡേറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ എന്തായി? 4 ആയി. ഐയുടെ വാല്യൂ 4 ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായി? 4 <= 3. കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആയി. പിന്നെ ലൂപ്പിനകത്ത് കയറില്ല, നേരെ പുറത്തു വന്നു. താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. സം പ്രിന്റ് ചെയ്തു. സം നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. അപ്പം അങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് വരുന്നത്. ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്തോട്ട് കയറി എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ലൂപ്പിൽ കയറി. ഇനി എപ്പോഴാണോ അത് ഫോൾസ് ആവുന്നത് ആ സമയത്ത് അന്ന് പുറത്തു പോകും. അങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് വരുന്നത്. നമ്മുടെ ലാസ്റ്റ് ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് ഞാൻ പറഞ്ഞു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണെന്ന് പറഞ്ഞു. അത് എക്സിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് അത് എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഡു വൈൽ എഴുതുന്നതിന് മുന്നേ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. ദെൻ ഡു ലൂപ്പ് ബോഡി അപ്ഡേറ്റ് ചെയ്തു. ദെൻ എക്സിറ്റിലാവുന്ന സമയത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുള്ളൂ. അറ്റ്ലീസ്റ്റ് വൺസ് എന്തായാലും അത് വർക്കിംഗ് വരും. നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. ടെക്സ്റ്റിനകത്തുള്ള പ്രോഗ്രാമാണ് ടു ഫൈൻഡ് ആവറേജ് ഹൈറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. കുറച്ച് സ്റ്റുഡൻസിന്റെ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്പർ വേണം. ഹൈറ്റ് എൻട്രി ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു വേരിയബിൾ വേണം. ആവറേജ് കാണണമെങ്കിൽ എന്താ ആദ്യം കാണണം? സമ്മ് കണ്ടുപിടിക്കണം. ഹൈറ്റിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു വേരിയബിൾ വേണം. ഇതെല്ലാം ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഹൈറ്റ്, സമ്മ്, ആവറേജ് ഹൈറ്റ്, പിന്നെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ള റീഡ് ചെയ്യാൻ ഒരു n എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യാണ് എത്ര സ്റ്റുഡൻസ് വേണമെന്നുള്ളത് നമ്മൾ നമ്പറായിട്ട് കൊടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു CH എന്നുള്ള ഒരു വേരിയബിൾ ചോയ്സ് എടുക്കാനായിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ CH എന്നുള്ളത് ക്യാരക്ടർ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആദ്യത്തെ കുട്ടിയുടെ ഹൈറ്റ് എൻട്രി ചെയ്യാൻ പറഞ്ഞു. ഹൈറ്റ് എൻട്രി ചെയ്തു. അപ്പോൾ ആദ്യത്തെ കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കൗണ്ട് എടുക്കുകയാണ്. കുട്ടിയുടെ കൗണ്ട് എടുക്കാനാണ് n എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് n ഇൻക്രിമെന്റ് ചെയ്തു. ഒന്നാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? സമ്മിന്റെ കൂടെ ആഡ് ചെയ്തു. ഇനി ഏതെങ്കിലും കുട്ടികളുടെ ഹൈറ്റ് എൻട്രി ആണല്ലോ എന്ന് ചോയ്സ് ചോദിച്ചു. അപ്പോൾ യെസ് ആണെങ്കിൽ y ടൈപ്പ് ചെയ്യുക. അപ്പോൾ വൈൽ CH = y ഓർ CH = സ്മോൾ ലെറ്റർ y ആണോ ക്യാപിറ്റൽ ലെറ്റർ y ആണോ ഏത് ടൈപ്പിൽ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാമല്ലോ. y ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാണ്? എഗെയിൻ അടുത്ത കുട്ടിയുടെ ഹൈറ്റ് നമ്മൾ എൻട്രി ചെയ്യാൻ പറഞ്ഞു. അടുത്ത കുട്ടിയുടെ ഹൈറ്റ് എൻട്രി ചെയ്തു. അതിന്റെ കൗണ്ട് എടുത്തു. സം ആഡ് ചെയ്തു. എഗെയിൻ അടുത്ത് ഇനി ഏതെങ്കിലും കുട്ടിയുടെ ഹൈറ്റ് എൻട്രി ചെയ്യാണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ y അല്ലാതെ വേറെ എന്തെങ്കിലും എന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തു? ആ ലൂപ്പ് അവിടെ എക്സിറ്റ് ആയി. ആവറേജ് ഹൈറ്റ് കണ്ടുപിടിച്ചു. സം ബൈ n എന്നുള്ളത് കണ്ടുപിടിച്ചു. ആവറേജ് ഹൈറ്റ് അവിടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ അതിനെയാണ് ഡു വൈൽ വർക്ക് ചെയ്യുന്നത്. അതിന്റെ വർക്കിംഗ് എത്രയേ ഉള്ളൂ? ആദ്യം തന്നെ ലൂപ്പിനകത്തോട്ട് കയറും. അത് കയറിയതിന് ശേഷം ലൂപ്പ് ബോഡി വർക്ക് ചെയ്യും. അതിനുശേഷം അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ട്രൂ ആണെങ്കിൽ മാത്രം വീണ്ടും ലൂപ്പിനകത്തോട്ട് കയറും. ഓക്കെ. ഇപ്പോൾ ഡു വൈൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂഷൻ നടക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഇപ്പോൾ ഈ 3 ലൂപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫോർ വൈല്, ഡു വൈല്, അതിൽ 4 കമ്പോണൻസ് പഠിച്ചു വെക്കണം. ആ കമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദെൻ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് അറിയണം. എങ്ങനെയാണ് അത് വർക്കിംഗ് വരുന്നത് എന്നുള്ളത്. ദെൻ ഡു വൈല്, വൈൽ ലൂപ്പ്, എൻട്രി കൺട്രോളിന് എക്സാമ്പിൾ, എക്സിറ്റ് കൺട്രോളിന് എക്സാമ്പിൾ, എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.
അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.